നാടാകെ കുറുവാപ്പേടിയിൽ തുടരുമ്പോൾ മോഷണം തടയുന്നതിൽ ആലപ്പുഴ കണിച്ചുകുളങ്ങര വരകാടി റെസിഡൻസ് അസോസിയേഷൻ മാതൃകയാകുകയാണ്. സ്ത്രീകളടക്കമുള്ളവരെ ഉൾപ്പെടുത്തി പോലീസിന്റെ സഹായത്തോടെ നൈറ്റ് സ്ക്വാഡ് രൂപീകരിച്ചാണ് കുറുവ സംഘത്തിനെതിരെ ഒരു നാടിന്റെ ജാഗ്രത. ബൈക്കിലും സൈക്കിളുകളിലുമായി രാത്രി 11:30 മുതൽ പുലർച്ചെ 4 മണി വരെയാണ് ഇവരുടെ നിരീക്ഷണം. നിതിൻ അംബുജൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ആലപ്പുഴയിലെ ആളുകളുടെ ഉറക്കം കെടുത്തുന്ന കള്ളനാണ് കുറുവ സംഘം. ഇവരെ പിടികൂടാനായി പലതരത്തിലുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നും നാട്ടുകാരുടെ ഭാഗത്തുനിന്നും നടന്നു വരികയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മണ്ണഞ്ചേരിക്ക് സമീപത്തെ കണിച്ചുകുളങ്ങരയിലെ വരകാടി എന്ന പ്രദേശത്താണ്. ഇവിടെ കള്ളനെ പിടികൂടാനായി ഒരു അസോസിയേഷൻ ഒന്നാകെ തന്നെ ഉറക്കം വിളിച്ച് രാത്രി കള്ളനെ പിടികൂടാനായി രംഗത്തുണ്ട്. ഇവരാണ് എന്നോടൊപ്പം ചേരുന്ന ഈ അസോസിയേഷൻ സംഘങ്ങൾ. വരകാടി അസോസിയേഷൻ, എന്താണ് നിങ്ങൾ ഈ കള്ളനെ പിടികൂടാൻ ഏത് തരത്തിലൊരു നീക്കമാണ് നടത്തുന്നത്? ഞങ്ങളിവിടെ നൈറ്റ് സ്ക്വാഡാണ്. അപ്പോൾ നൈറ്റ് സ്ക്വാഡ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ 4 പേര് ചേരുന്ന ഒരു സംഘമാണ്. ഞങ്ങൾ അസോസിയേഷൻ്റെ പരിധിയിലുള്ള എല്ലാ വീടുകളുടെ ആ പരിസരത്ത് ഞങ്ങൾ രാത്രി കാലങ്ങളിൽ ടോർച്ച് അതുപോലെ ലാത്തി ഒക്കെ ആയിട്ട് ഞങ്ങൾ കറങ്ങാറുണ്ട്. അപ്പോൾ അസ്വാഭാവികമായിട്ട് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളവിടെ പിടിച്ചു നിർത്തിയിട്ട് പോലീസിനെ അറിയിക്കാറാണ് ഉള്ളത്. അപ്പോൾ പോലീസുകാർ വന്ന് അവരെ ക്വസ്റ്റ്യൻ ചെയ്യും. അങ്ങനെ പല പല കേസുകൾ ഇങ്ങനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഈ ഇടക്കായിട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചെടിച്ചട്ടി വിൽക്കുന്ന ഒരാൾ ഈ വീട്ടിൽ കൊണ്ടുവന്ന് ഈ ചെടിച്ചട്ടി വെക്കുകയും പിന്നെ അയാളുടെ ഫോട്ടോ ഇതുപോലെ ഓരോ ഗ്രൂപ്പുകളിൽ പബ്ലിസിറ്റി ആയി. അപ്പോൾ ഇവിടുത്തെ പിന്നെ പെങ്കൊച്ച് ഈ ഫോട്ടോ കണ്ടിട്ട് പറഞ്ഞ് ഇയാൾ തന്നെയാണ് ഇവിടെ ചെടിച്ചട്ടി വെച്ചിരിക്കണമെന്ന് പറഞ്ഞു. ഇന്നേ വരെ ഈ ചെടിച്ചട്ടി കൊണ്ടുപോയിട്ടില്ല. ഞങ്ങളിവിടെ ആക്റ്റീവാണ് എപ്പോഴും, പകലും ആയാലും രാത്രി ആയാലും. രാത്രി എത്ര മണി മുതൽ എത്ര മണി വരെയാണ് നിങ്ങളുടെ ഒരു പ്രവർത്തിക്കുന്നത്? എങ്ങനെയാണ് ഇതിൻ്റെ ഒരു നീക്കം നടത്താറ് പൊതുവേ? ഞങ്ങൾ രാത്രിയിൽ ഒരു 11:30 തൊട്ട് ഞങ്ങൾ ഈ ജംഗ്ഷനിൽ നിന്ന് തുടങ്ങും. പിന്നെ ഒരു 4 മണി വരെ ഞങ്ങൾ ഈ റോഡുകളിൽ വണ്ടിയിലും ചിലപ്പോൾ സൈക്കിളിലൊക്കെ ഞങ്ങൾ പോകാറുണ്ട്. ഇതുപോലുള്ള ലാത്തികൾ ഉപയോഗിച്ച് നാട്ടുകാർ ആകെ രാത്രി ഏതാണ്ട് 11:30 മുതൽ 4 മണി വരെ ഈ പ്രദേശത്ത് ഏതാണ്ട് 260ഓളം വീടുകളിൽ ഇങ്ങനെ നിരീക്ഷണം നടത്തും. 2012 ഇതുപോലെ തന്നെ കുറുവ സംഘം ഈ മേഖലയിൽ വന്നിരുന്നു. അതിനുശേഷമാണ് ഇവർ ഇത്തരമൊരു അസോസിയേഷനിൽ ഇങ്ങനൊരു സ്ക്വാഡ് രൂപീകരിച്ചുകൊണ്ട് രാത്രി കാലങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കിയത്. ഇപ്പോൾ 2 ആഴ്ച മുൻപ് ആലപ്പുഴയിലെ വിവിധ സ്ഥലങ്ങളിൽ വീണ്ടും കുറുവ സംഘം എത്തിയതിനു ശേഷമാണ് ഇങ്ങനെ ഒരു അസോസിയേഷൻ വീണ്ടും സജീവമാവുകയും രാത്രികാലങ്ങളിലെല്ലാം തന്നെ സജീവമായി തന്നെ വിവിധ വീടുകൾ കേന്ദ്രീകരിച്ച് നിരീക്ഷണം പോലീസിനൊപ്പം നടത്താൻ തയ്യാറായത്. എന്തായാലും ഇതിൽ വനിതാ സംഘവും ഇപ്പോൾ ഇവർക്കൊപ്പം ചേരുന്നുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ ഇവരും രാത്രി ഇങ്ങനെ നിരീക്ഷണം നടത്താറുണ്ട്. ഇവിടുത്തെ വാർഡ് മെമ്പറാണ്. പേരെങ്ങനെയാ? പ്രീത. നിങ്ങളുടെ ഒരു വനിതകളുടെ ഒരു കൂട്ടായ്മയും എങ്ങനെയാണ് ഈ കള്ളനെ പിടികൂടാനായി? ഞങ്ങൾ സ്ക്വാഡ് ഇറങ്ങാറുണ്ട്. പോലീസിന്റെ സഹായത്തോടെ തന്നെ, ഇവര് പുരുഷന്മാരുടെയൊക്കെ സഹായത്തോടെ തന്നെ ഞങ്ങൾ സ്ക്വാഡ് ഇറങ്ങാറുണ്ട്. നമ്മുടെ റെസിഡൻസ് അസോസിയേഷന്റെ കീഴിൽ വനിതകളുടെ ഒരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റി അംഗങ്ങളും പിന്നെ വരാൻ താല്പര്യമുള്ളവരും ചേർന്ന് ഞങ്ങളും സ്ക്വാഡ് ഇറങ്ങാറുണ്ട്. ഇതുപോലെ തന്നെ ഇവർ പോകുന്നത് പോലെ തന്നെ ഞങ്ങൾ നടന്നാ പോകുന്നത്. ഇവർ മിക്കവാറും ഇടയ്ക്കൊക്കെ വണ്ടിയിൽ പോകുന്നു, ഞങ്ങൾ നടന്നു പോകുന്നു. കഴിഞ്ഞ 2 ആഴ്ചക്കിടയിൽ എന്തെങ്കിലും അസ്വാഭാവികത എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? കാരണം ഒന്നും കണ്ടിട്ടില്ല, ഇത് അസ്വാഭാവികമായിട്ടൊന്നും കണ്ടിട്ടില്ല ഇതേവരെയായിട്ടും. പക്ഷെ ഒരു കുറുവ സംഘത്തിന്റെ ആശങ്കയിലാണ് ഈ നാട് ഒന്നാകെയുള്ളത്. പലയിടത്തും ഇങ്ങനെ വിളി വരുന്നു. ഇപ്പം ജോഷി പറഞ്ഞതുപോലെ തന്നെ ആ ചെടിച്ചട്ടി വിൽക്കുന്ന ആള് പല വീടുകളിലും കയറി മെമ്പർ എന്ന നിലയ്ക്ക് എനിക്ക് കുറെ അധികം ഇങ്ങനെ വിളികൾ വരുന്നുണ്ട്. ആശങ്കയിലാണ്, എല്ലാവരും തന്നെ ആശങ്കയിലാണ്. നമ്മളിത് ഊർജിതമായി തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനം, കള്ളനെ പിടികൂടും വരെ. തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ ഇതിന്റെ ഈ കുറുവ സംഘത്തിന്റെ പുറകെ തന്നെയുണ്ട്. എങ്ങനെയെങ്കിലും നമ്മളുടെ നാടിനെ അതിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷന്റെയും വാർഡ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് എന്റെയും ഒരു കർത്തവ്യമായിട്ട് കരുതുന്നത്. പോലീസിന്റെ ഒരു നിരീക്ഷണം എങ്ങനെയാണ് ഇവിടെ പൊതുവെ നടക്കാറ്? രാത്രികാലം ശക്തമായി നടത്താറുണ്ടോ? പോലീസിന്റെ കുഴപ്പമില്ല. ഞങ്ങൾ വിളിച്ചാൽ വിളിപ്പുറത്താണ് പോലീസുകാർ. ഇപ്പം ഞങ്ങൾ ഇപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകണ ഉടനെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ആ സമയത്ത് തന്നെ ഇവിടെ പറഞ്ഞെത്തും. എന്താണെന്ന് വെച്ചാൽ അവർക്ക് അറിയാം, ഞങ്ങളെക്കുറിച്ച് അറിയാം, വ്യക്തമായിട്ട് അറിയാം. ഞങ്ങൾ ഇല്ലാത്ത കാര്യത്തിന് അവരെ വിളിക്കാറില്ല. അപ്പോൾ പൊതുവെ ഈ ആളുകൾ അങ്ങനെ ചില സമയങ്ങളിൽ രാത്രികാലം നിരീക്ഷണം നടത്തുമ്പോൾ പൊതുവെ ചില ആളുകൾക്ക് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് എന്താണ് അധികാരം? അങ്ങനെ ചില ചോദ്യങ്ങളൊക്കെ നേരിടാറുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് അധികാരമൊന്നുമില്ല, എങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ പരിസരം, ഞങ്ങളുടെ പ്രദേശം ഞങ്ങൾ ഈ മറ്റുള്ളവരിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ ആരെയും പിടിച്ച് അടിക്കുക അങ്ങനെയുള്ള ഒരു പരിപാടി ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല. സഹിയിട്ട് ചെയ്യുന്നതാണ് സമാധാനത്തോടെ. സഹിയിട്ടാണ് സംഭവം എന്ന് പറയുമ്പോൾ ഇതുപോലെ ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഒരു 12-ലാണ് ഒരു കുറുവ സംഘം വന്ന്. പക്ഷേ അത് കുറുവ സംഘമാണെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ലായിരുന്നു. അതൊരു 10-40 സ്വർണ്ണമൊക്കെ അപഹരിച്ചുകൊണ്ട് പോയി, അവിടുത്തെ ചേച്ചിയുടെ മരുമകളുടെ. അതെന്ന് വെച്ചാൽ അവർ ശരിക്കും ദേഹോപദ്രവമൊക്കെ ചെയ്തിട്ടാണ് കൊണ്ടുപോയത്. പിന്നെ വേറെ എന്തോ ഒരു കേസിൽ അവർ പിടിക്കപ്പെട്ടപ്പോഴാണ് അവരിവിടെ കൊണ്ടുവന്നത്. ഇവിടെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് അവർ അത് സമ്മതിച്ചു. അങ്ങനെ അതിന്റെ കേസൊക്കെ ഇട്ട് മുന്നോട്ട് പോയി അതിന്റെ സ്വർണ്ണമൊക്കെ കിട്ടിയെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അസോസിയേഷൻ എല്ലാ ആളുകൾക്കും ഇങ്ങനത്തെ യൂണിഫോം ഒക്കെ ആയിട്ടാണോ രാത്രി ഇറങ്ങാറ്? അതെ, യൂണിഫോം ആയിട്ടൊക്കെയാണ് ഞങ്ങൾ രാത്രി ഇറങ്ങാറ്. യൂണിഫോം ഇല്ലാണ്ട് ആരും പോകത്തില്ല. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു ഐഡന്റിറ്റി ഇതാണ്, ഞങ്ങളുടെ യൂണിഫോമാണ്.
എന്തായാലും ഈ ടോർച്ചും അതോടൊപ്പം തന്നെ ഇത്തരം ലാത്തികളുമായി നാട്ടുകാരെല്ലാം സജീവമാണ്. വൈകാതെ ഈ സംഘത്തെ പിടികൂടണം എന്നൊരു ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. കാരണം ദിവസങ്ങളായി നാട്ടുകാരുടെ ഉറക്കം കെടുന്ന ഒരു സംഘമാണ് ഇവർ. കവർച്ച മാത്രമല്ല, ചിലപ്പോൾ ജീവനെടുക്കാൻ പോലും മടിക്കാത്ത ഒരു സംഘമാണ്. അതിന്റെ ആശങ്ക ഈ നാട്ടിലാകെ ഉണ്ട്. എന്തായാലും ഇവരെ പിടികൂടും വരെ ഈ സംഘം ഇത്തരത്തിൽ രാത്രികാലങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കും. അതോടൊപ്പം തന്നെ പോലീസിനൊപ്പവും ഈ നിരീക്ഷണം ശക്തമാക്കി ഈ സംഘം ഇവിടെ സജീവമാകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കണിച്ചുകുളങ്ങരയിൽ നിന്ന് മഹീൻ ജാഫറിനോടൊപ്പം നിതിൻ അംബുജൻ, 24.